ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ദൈവവചനം പഠിപ്പാനായിട്ട് ലഭിച്ച ഈ അവസരത്തിനായിട്ട് ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു, ദൈവത്തെ സ്തുതിക്കുന്നു. നാം ഒരുമിച്ച് പഠനം ആരംഭിക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവമുഖത്തേക്ക് നോക്കാം. പരിശുദ്ധനായ നിത്യനായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഒരു പ്രാവശ്യം കൂടെ തിരുസന്നിധിയിൽ അടുത്തു വരുവാനും തിരുമുഖത്തേക്ക് നോക്കുവാനും നൽകി തന്ന വിലയേറിയ അവസരത്തിനായിട്ട് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. തന്റെ തേജസ്സിന്റെ പ്രഭയിൽ അധിവസിക്കുന്ന മനുഷ്യരാരും കണ്ടിട്ടില്ലാത്തവനും കാണുവാൻ കഴിയാത്തവനുമായി അദൃശ്യനായ അക്ഷയനായ വലിയവനായ ദൈവത്തെ ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. കർത്താവെ, ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ അടുത്തു വരുന്നു. താൻ മാത്രം അമർത്യതയുള്ളവനും നിത്യരാജാവും അക്ഷയനും അദൃശ്യനുമായിട്ടുള്ള ദൈവമേ, ഉന്നതനും ഉയർന്നിരിക്കുന്നവനും ശാശ്വതവാസിയുമായിട്ടുള്ള ദൈവമേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഏഴകളും മുഴുക്കളുമായ അടിയങ്ങള് തിരുസന്നിധിയിൽ അടിയങ്ങളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുന്ന കർത്താവെ, ഈ രാത്രിയിലെ ഒരുമിച്ച് വചനം പഠിപ്പാൻ ഞങ്ങളെ അവിടുന്ന് ഒരുക്കണം. അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ അതിനായിട്ട് അടിയങ്ങളെ ശക്തീകരിക്കണം. ഞങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ കുറവുകളെയും ക്ഷമിച്ച് അങ്ങയുടെ പുത്രന്റെ രക്തത്താൽ ഞങ്ങളെ കഴുകി ശുദ്ധീകരിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങളെ കർത്താവെ വചനം കൈക്കൊള്ളുവാനായിട്ട് ഒരുക്കിക്കാട്ട്. അടിയനെ ഒരു കുടലായി ഉപയോഗിക്കണം. അങ്ങയുടെ ശബ്ദം കേൾക്കുവാൻ, അങ്ങയുടെ വചനം കർത്താവെ യഥാർത്ഥത്തില് ഗ്രഹിപ്പാനായിട്ട് ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ. ദൂരത്തും ചാരത്തുമായിരിക്കുന്നവർ, തുടർന്ന് ഓൺലൈനില് ഇത് കേൾക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കായും സ്തോത്രം. എല്ലാവരെയും അനുഗ്രഹിക്കണം, കൃപകളാൽ നിറയ്ക്കണം. ഇതിനെയും ക്രൂശിന്റെ മറവിൽ മറച്ചു നിർത്തിക്കാട്ട്. മഹത്വം തിരുമേനി മാത്രം എടുക്കണം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയുണ്ടായി കേൾക്കുമാറാകണമേ. ആമേൻ. അപ്പോസ്തലനായ പൗലോസ് തീമോഥെയോസിന് എഴുതിയ ഒന്നാമത്തെ ലേഖനത്തിലെ 4 അധ്യായങ്ങളും നാം പൂർത്തീകരിച്ചു കഴിഞ്ഞു. ദൈവത്തിന്റെ ഒരു നല്ല ശുശ്രൂഷകൻ, ദൈവഭക്തിയുള്ള ശുശ്രൂഷകൻ, ദൈവഭക്തിയിൽ വളരുന്ന ഒരു ശുശ്രൂഷകൻ എപ്രകാരം ആയിരിക്കണമെന്നുള്ളതാണ് 4-ാം അധ്യായത്തിന്റെ ഒടുവില് കഴിഞ്ഞ ചില എപ്പിസോഡുകളിലായിട്ട് നാം ഒരുമിച്ച് ചിന്തിച്ചത്. എ ഗുഡ് മിനിസ്റ്റർ, എ ഗോഡ്ലി മിനിസ്റ്റർ ആൻഡ് എ ഗ്രോയിങ് മിനിസ്റ്റർ. ഇന്ന് എന്നാൽ അപ്പോസ്തലനായ പൗലോസ് ആ ശുശ്രൂഷകൻ എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് മാറി, ആ ശുശ്രൂഷകൻ സഭയിൽ എങ്ങനെ പെരുമാറണം എന്നുള്ളതിനെ കുറിച്ചാണ് 5-ാം അധ്യായത്തില് ഉദ്ബോധിപ്പിക്കുന്നത്. നാം 3-ാം അധ്യായം പഠിച്ചപ്പോൾ അതിന്റെ 15-ാമത്തെ വാക്യം വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ഓർപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇടയലേഖനങ്ങൾ പ്രത്യേകിച്ചും അപ്പോസ്തലനായ പൗലോസ് തീമോഥെയോസിന് എഴുതുമ്പോൾ 1 തീമോഥെയോസ് 3:15 പറയുന്നു, സത്യത്തിന്റെ തൂണും അടിസ്ഥാനവുമായി ജീവനുള്ള ദൈവത്തിന്റെ സഭയാകുന്ന ദൈവാലയത്തിൽ നടക്കേണ്ടത് എങ്ങനെയെന്ന് നീ അറിയേണ്ടതിന് ഇത് എഴുതുന്നു. അപ്പോൾ ദൈവത്തിന്റെ ആലയത്തിൽ ഒരു ശുശ്രൂഷകൻ എങ്ങനെ ആയിരിക്കണം, എങ്ങനെ അവിടെ പെരുമാറണം, എങ്ങനെ നടക്കണം, എങ്ങനെ ആ കൂടിവരവിനെ നടത്തണം എന്നുള്ളതാണ്, അല്ലെങ്കിൽ ചർച്ച് ഡിസിപ്ലിൻ ആൻഡ് ദ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് എ പാസ്റ്റർ. ഈ കാര്യങ്ങളാണ് ഇടയലേഖനത്തില് പ്രത്യേകമായും ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. 5-ാം അധ്യായത്തില് അപ്പോസ്തലനായ പൗലോസ് ഒരു സഭയില് വിവിധ തരത്തിലുള്ള ആളുകൾ ഉണ്ടായിരിക്കും. വിവിധ സാമ്പത്തിക സാഹചര്യങ്ങൾ ഉള്ളവര്, വിവിധ സാമൂഹ്യ സാഹചര്യങ്ങളിലായിരിക്കുന്നവര് ഒക്കെ ഉണ്ടായിരിക്കും. ഇവിടെ പ്രധാനമായിട്ടും പൗലോസ് തീമോഥെയോസിനെ ഓർപ്പിക്കുന്നത് ആ സമൂഹത്തിലെ പ്രായം കൂടിയവരെയും ഇളയവരെയും വിശേഷാല വിധവമാരായിരിക്കുന്നവരെയും അവരോടൊക്കെ എങ്ങനെ ആയിരിക്കണം ഈ തീമോഥെയോസ് പെരുമാറേണ്ടത് എന്നുള്ളതാണ് അപ്പോസ്തലനായ പൗലോസ് ഈ 5-ാം അധ്യായത്തില് ഓർമ്മിപ്പിക്കുന്നത്. നമുക്കറിയാം, തീമോഥെയോസ് ഹി വാസ് എൻ യങ് പാസ്റ്റർ ഹു വാസ് അപ്പോയിന്റഡ് ഇൻ എ ഫെയർലി ലാർജ് ചർച്ച് ഇൻ എഫെസോസ്. വളരെ ചെറുപ്പക്കാരനായ ഒരു സഭാ ശുശ്രൂഷകൻ എഫെസോസിനെ പോലെയുള്ള ഒരു വലിയ സഭയിൽ പൗലോസ് അപ്പോസ്തലൻ 3 വർഷക്കാലം താമസിച്ച് പ്രവർത്തിച്ച് സ്ഥാപിച്ചതായിട്ടുള്ള ഒരു വലിയ സഭയിൽ ഈ ചെറുപ്പക്കാരനായ സഭാ ശുശ്രൂഷകനെ ആക്കിയിരിക്കുമ്പോൾ തന്റെ ഉത്തരവാദിത്വം എങ്ങനെ ആയിരിക്കണം, ഒരു പാസ്റ്റർ ഒരു സഭയുടെ
ആകമാന നടത്തിപ്പിൽ ആ പാസ്റ്ററിന്റെ, ആ സഭാ ശുശ്രൂഷകന്റെ ഉത്തരവാദിത്തങ്ങൾ എങ്ങനെയായിരിക്കണം എന്ന് പറയുന്നതായിട്ടുള്ളൊരു ഭാഗമാണ് പ്രധാനമായിട്ടും 5-ാമത്തെ അധ്യായം എന്ന് പറയുന്നത്. അതായത് ഒരു കൂടിവരവിൽ, ഒരു പ്രാദേശിക സഭയിൽ, ഒരു ലോക്കൽ ചർച്ചിൽ എല്ലാ പ്രായത്തിലും വിവിധ സാഹചര്യങ്ങളിലും ഉള്ളവർ ഉണ്ടായിരിക്കും. എങ്ങനെ അവരോട് ഇടപെടണം, അവരെ അച്ചടക്കമുള്ള ക്രിസ്തീയ സാക്ഷ്യമുള്ള ഒരു സമൂഹമായി അവരെ വളർത്തിയെടുക്കണം എന്നുള്ളതാണ് ഇവിടെ പ്രധാനമായിട്ടും അപ്പോസ്തലനായ പൗലോസ് തീമോഥെയോസിനെ ഉദ്ബോധിപ്പിക്കുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പൗലോസ് ഇത് പറയുമ്പോൾ തൻ്റെ സ്വന്തം ബുദ്ധിയിൽ നിന്ന് ഉണ്ടായ ചില അഭിപ്രായങ്ങൾ ഇവിടെ പറയുന്നതല്ല എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പൗലോസ് പറയുമ്പോൾ ഇത് നീ ആജ്ഞാപിക്കുക എന്നൊക്കെയുള്ള വാക്യങ്ങള് താന് പറയുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇവിടെ മാത്രമല്ല, 21-ാമത്തെ വാക്യത്തില് നീ പക്ഷമായി ഒന്നും ചെയ്യാതെ കണ്ട് സിദ്ധാന്തം കൂടാതെ ഇവ പ്രമാണിച്ചു കൊള്ളണമെന്ന് ഞാൻ ദൈവത്തെയും ക്രിസ്തുയേശുവിനെയും ശ്രേഷ്ഠദൂതന്മാരെയും സാക്ഷിയാക്കി നിന്നോട് കൽപ്പിക്കുന്നു. ആ ലാംഗ്വേജ്, ആ ഭാഷ നോക്കിയാൽ 5-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യം ഇംഗ്ലീഷിൽ പറയുന്നു, ഐ ചാർജ് യു അല്ലെങ്കിൽ ഐ കമാൻഡ് യു എന്നാണ് അവിടെ ആരംഭിക്കുന്നത്. ഐ ചാർജ് യു ഇൻ ദ സൈറ്റ് ഓഫ് ഗോഡ് ആൻഡ് ക്രൈസ്റ്റ് ജീസസ് ആൻഡ് ദ ഇലക്ട് ഏഞ്ചൽസ് ടു കീപ് ദീസ് ഇൻസ്ട്രക്ഷൻസ് വിത്തൗട്ട് പാർഷ്യാലിറ്റി ആൻഡ് ടു ഡു നത്തിങ് ഔട്ട് ഓഫ് ഫേവറിറ്റിസം. പൗലോസ് ഇത് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, സ്വന്തം അഭിപ്രായങ്ങളോ താല്പര്യങ്ങളോ പറഞ്ഞ് കേൾപ്പിക്കുകയോ എഴുതി അയക്കുകയോ ചെയ്യുകയല്ല. ഇവിടെ പറയുന്നത്, ഞാൻ ദൈവത്തെയും ക്രിസ്തുയേശുവിനെയും അവന്റെ വിശുദ്ധ ശ്രേഷ്ഠ ദൂതന്മാരെയും സാക്ഷിയാക്കി നിന്നോട് കൽപ്പിക്കുന്നു. ഇടയലേഖനങ്ങളുടെ ഒരു പ്രത്യേക ഭാഷയാണ്. അപ്പോസ്തലനായ പൗലോസ് തീമോഥെയോസിന് എഴുതുന്ന 2-ാം ലേഖനം 4-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. 2 തീമോഥെയോസ് 4:1. അവിടെയും ഇതേ ഭാഷ തന്നെ, ഇതേ വാക്കുകൾ തന്നെ ഉപയോഗിച്ചിരിക്കുന്നത്. കുറച്ചുകൂടെ സ്ട്രോങ്ങർ വേർഡ്സാണ്, കുറച്ചുകൂടെ ശക്തിയേറിയ വാക്കുകളാണ്. ഞാൻ ദൈവത്തെയും ജീവികൾക്കും മരിച്ചവർക്കും ന്യായവിസ്താരം നടത്തുവാനുള്ള ക്രിസ്തുയേശുവിനെയും സാക്ഷി വെച്ച് അവന്റെ പ്രത്യക്ഷതയും രാജ്യവും ചൊല്ലി സത്യം ചെയ്ത് കൽപ്പിക്കുന്നത്. അപ്പൊ ഇവിടെയും പറയുന്നത് തന്നെയാണ്, ഞാൻ ദൈവത്തെയും ക്രിസ്തുയേശുവിനെയും അവന്റെ ശ്രേഷ്ഠ ദൂതന്മാരെയും സാക്ഷിയാക്കി. അപ്പോ പൗലോസ് പറയുമ്പം പൗലോസിന് വലിയൊരു സന്നിധി ബോധത്തോടു കൂടെയാണ് ഈ വാക്കുകൾ പറയും, അല്ലേ? നമ്മൾ വർത്താനം പറയുമ്പം, നമ്മളൊരു സഭയിൽ പ്രസംഗിക്കാൻ നിൽക്കുക, അല്ലെങ്കിൽ ഒരു കൂട്ടായ്മയിൽ സംസാരിക്കാൻ നിൽക്കുമ്പം ആരൊക്കെയാ നമ്മളെ കേൾക്കുന്നത്? ആരെ സാക്ഷിയാക്കിയാണ് നാം സംസാരിക്കുന്നത്? നമ്മുടെ ഓരോ വാക്കുകളും ദൈവത്തെയും ക്രിസ്തുയേശുവിനെയും അവന്റെ എലക്ട് ഏഞ്ചൽസ് എന്നാ പറഞ്ഞു, വിശുദ്ധ ദൂതന്മാരെയും ശ്രേഷ്ഠ ദൂതന്മാരെയും. 4-ാം അധ്യായത്തിൽ വരുമ്പം ആ ലാംഗ്വേജിന്, ആ ഭാഷയ്ക്ക് അങ്ങ് ശക്തി കൂടുക. ഇത് ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്നു അഥവാ കൽപ്പിക്കുന്നു. പറയുന്നതിന്റെ ഗൗരവം ഒട്ടും ചോർന്നു പോകുക മാത്രമല്ല, ഇത് പറയുമ്പം വെറും തീമോഥെയോസിന് എഴുതുന്നതായിട്ടല്ല. ഇതിന് സാക്ഷി നിൽക്കുന്നത് സർവശക്തനായ നിത്യനായ അത്യുന്നതനായ ദൈവവും പുത്രനായ യേശു ക്രിസ്തുവും അവന്റെ വിശുദ്ധ ദൂതന്മാരും ഞാൻ ഈ പറയുന്ന ഓരോ വാക്കുകൾക്കും സാക്ഷിയാണെന്നുള്ള വ്യക്തമായ ബോധ്യത്തോടെയാണ് പൗലോസ് തന്റെ ഓരോ ലേഖനങ്ങളും എഴുതിയിരിക്കുന്നതെന്ന് നമുക്ക് കാണുവാനായിട്ട്. അപ്പൊ അത്രമാത്രം ഭയഭക്തിയോടാണ് ഈ ദൈവം അതിനെ എഴുതിയിരിക്കുന്നത്. ഇത് വായിക്കുമ്പോ അത്രയും ഭക്തി, അല്ലേ? ദൈവത്തെയും ജീവനുള്ളവർക്കും മരിച്ചവർക്കും ന്യായവിസ്താരം നടത്തുവാനുള്ള ക്രിസ്തുയേശുവിനെയും സാക്ഷി വെച്ച് അവന്റെ പ്രത്യക്ഷതയും രാജ്യവും ചൊല്ലി ഞാൻ സത്യം ചെയ്ത് നിന്നോട് കൽപ്പിക്കുന്നത്. കേട്ടാൽ നമ്മൾ വിറയ്ക്കേണ്ടതാ, അല്ലേ? അത്രമാത്രം ശക്തിമത്തായ ഭാഷയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. 5-ാം അധ്യായത്തിലും അത് തന്നെയാണ്. അപ്പൊ ഇത് പറയുമ്പോ ഞാൻ അത് പറഞ്ഞതിന്റെ പ്രധാന കാരണം, ഇത് നീ അവിടെ ചെല്ലുമ്പം ഇന്നാരെയൊക്കെ കാണും, അവരോട് ഇങ്ങനെയൊക്കെ പെരുമാറണം, ഇങ്ങനെയൊക്കെ ചെയ്യണം, നീ പക്ഷപാതം ഒന്നും കാണിക്കരുത് എന്നങ്ങ് വളരെ കാഷ്വലായിട്ട്, അല്ലേ, ലാഘവത്തോടെ എളുപ്പത്തിൽ പറയുന്ന ഒരു കാര്യമല്ല ഇത്.
ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പൗലോസ് അപ്പോസ്തലനെ അതിനായിട്ട് ശക്തീകരിച്ച് ഒരുക്കി അഭിഷേകം ചെയ്ത് ദൈവവും കർത്താവായ യേശു ക്രിസ്തുവും പിതാവായ ദൈവവും പുത്രനായ ദൈവവും അവന്റെ വിശുദ്ധ ദൂതന്മാരും ഒക്കെ സാക്ഷി നിർത്തി പരിശുദ്ധാത്മാവിനാൽ കൽപ്പിക്കുന്ന വചനങ്ങളാണ് ഇവിടെ പറയുമ്പോൾ. ഞാൻ പറഞ്ഞത് ആ ലേഖനങ്ങളുടെ ഒക്കെ ഗൗരവം, ദൈവവചനത്തിന്റെ ഗൗരവം നാം വളരെ വളരെ ഉൾക്കൊണ്ടുകൊണ്ട് വേണം ഇത് പഠിക്കുകയും ഇത് മനസ്സിലാക്കുകയും ചെയ്യുവാൻ. എന്നിട്ട് പൗലോസ് അപ്പോസ്തലൻ തീമോഥെയോസിനോട് പറയുകയാണ്, നീ ഒരു ചെറുപ്പക്കാരൻ ഒരു സഭാ ശുശ്രൂഷകനായിട്ട് ഒരു പള്ളിയിൽ ചെന്നാൽ, അല്ലെ ഒരു പ്രാദേശിക സഭയിൽ ചെന്നാൽ, അവിടെയുള്ള പ്രായമുള്ളവരെയൊക്കെ അവഗണിക്കാനുള്ള ഒരു നാച്ചുറൽ ടെൻഡൻസി ഉണ്ടാവും, അല്ലയോ? ആ വല്യപ്പൻ പറയുന്നതിൻ്റെ അകത്ത് എന്നാ കാര്യം? പക്ഷെ ആ വല്യപ്പന്റെ അല്ലെങ്കിൽ ആ പ്രായമുള്ള വ്യക്തിക്ക് 70 വയസ്സ് അല്ലെങ്കിൽ 80 വയസ്സുള്ള ഒരാളിന് 80 വർഷത്തെ അനുഭവത്തിന്റെ പരിചയത്തിന്റെ ബലത്തിലായിരിക്കും ആ വ്യക്തി സംസാരിക്കും. അപ്പോ അതൊക്കെ കണക്കിലെടുക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. എന്നിട്ട് പറയുന്നത്, മൂത്തവനെ ഭത്സിക്കാതെ അപ്പനെ പോലെയും ഇളയവരെ സഹോദരന്മാരെ പോലെയും മൂത്ത സ്ത്രീകളെ അമ്മമാരെ പോലെയും ഇളയ സ്ത്രീകളെ പൂർണ്ണ നിർമ്മലതയോടെ സഹോദരികളെ പോലെയും പ്രബോധിപ്പിക്കും. അപ്പൊ ഒരു സഭയിൽ ഒരു പ്രബോധനം പറയുമ്പോൾ എങ്ങനെയാ പറയണ്ടേ? ചർച്ച് ഈസ് എ ഫാമിലി, ഇറ്റ് ഈസ് ദ ഹൗസ് ഹോൾഡ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ ഭവനത്തിലാണ് നാം നിൽക്കുന്നത്, അല്ലെ? ഒരു സഭയിൽ ഒരു കൂടിവരവിൽ നാം നിൽക്കുമ്പോൾ ദൈവഭവനത്തിലാണ്, ദൈവഭവനക്കാർ, അല്ലെ? ദൈവത്തിന്റെ ഭവനം. ചർച്ച് ഈസ് ദ ഫാമിലി ഓഫ് ഗോഡ്. അപ്പൊ ആ ഫാമിലിയിൽ നിനക്ക് മൂത്തവരെ നീ ആരെ പോലെ കരുതണം? നിന്റെ അപ്പനെ പോലെ കരുതണം. മൂത്ത സ്ത്രീകളെ നിന്റെ അമ്മയെ പോലെ കരുതണം. ഇളയ ആളുകളെ നിന്റെ സഹോദരന്മാരെ പോലെ കരുതണം. ഇളയ സ്ത്രീകളെ, പെൺകുട്ടികളെ പൂർണ്ണ നിർമ്മലതയോടെ സഹോദരിമാരെ പോലെയും പ്രബോധിപ്പിക്കും. അപ്പൊ പറയുമ്പോൾ ദൈവം അതിനെ സംസാരിക്കുമ്പോൾ, അല്ലെ ഒരാളോട് വ്യക്തിപരമായി സംസാരിക്കുമ്പോൾ തീമോഥെയോസ് എത്രമാത്രം കോഷ്യസ് ആയിരിക്കണം, അല്ലെ? എത്രമാത്രം ശ്രദ്ധയോട് വേണം പറയാൻ. ഫൽസിക്കാതെ. ഇംഗ്ലീഷിലെ പറയുന്നത് എങ്ങനെയാണ്? ഡു നോട്ട് റെബ്യൂക്ക് ആൻ ഓൾഡർ മാൻ ഹാർഷ്ലി. ഹാർഷായിട്ട്, വളരെ റൂഡായിട്ട്, അല്ലെ ധിക്കാരപരമായിട്ട്, അല്ലെങ്കിൽ വളരെ അധികാരത്തോടെ പ്രായമുള്ളവരോട് അവരെ അങ്ങനെ സംസാരിക്കുക. ധിക്കാരപരമായിട്ട് അല്ലെങ്കിൽ വളരെ റൂഡായിട്ട് മറ്റുള്ളവരോട് സംസാരിക്കരുത്. പ്രത്യേകിച്ച് മൂത്തവരോട് ഫൽസിക്കാതെ അവരെ അപ്പനെ പോലെയും. കാരണം ചർച്ച് ഈസ് ദ ഫാമിലി ഓഫ് ഗോഡ്. ഇപ്പോൾ വിവിധ ഗ്രൂപ്പുകളോട് ഇവിടെ നാം പഠിക്കാനായിട്ട് പോകുന്നത്, വിവിധ ഒരു സഭയിൽ വിവിധ തരക്കാരായിട്ടുള്ള ആളുകളുണ്ട്. പ്രായമുള്ള പുരുഷന്മാരും പ്രായമുള്ള സ്ത്രീകളുമുണ്ട്. ചെറുപ്പക്കാരായ പുരുഷന്മാരും ചെറുപ്പക്കാരായ സ്ത്രീകളുമുണ്ട്. സമപ്രായക്കാരുണ്ട്. അപ്പൊ നമ്മുടെ പ്രായം അനുസരിച്ച് നമ്മുടെ പ്രായത്തിൽ മുന്തിയവരോട്, മൂത്തവരോട് എങ്ങനെ ഇടപെടണം, ഇളയവരോട് എങ്ങനെ ഇടപെടണം എന്ന് പറയുന്നു. പിന്നെ പ്രത്യേകിച്ചും പറയുന്നു വിധവമാരായിരിക്കുന്നവരോട് എങ്ങനെ ഇടപെടണം. അന്നത്തെ കാലത്ത് ഈ വിധവമാരുടെ എണ്ണം വളരെ കൂടുതലായിരുന്നു. കാരണം എന്നാ? ഇന്നത്തെ പോലെയല്ല. ഒരാൾ ഒരിടത്ത് യാത്ര പോയാൽ ആ യാത്രയിൽ ഒരുപക്ഷെ മരിച്ചു പോയേക്കാം. വന്യമൃഗങ്ങളുടെ ആക്രമണമോ, വഴിയിൽ കൊള്ളക്കാരുടെയോ കള്ളന്മാരുടെയോ ആക്രമണം, അല്ലെങ്കിൽ ഇനി കപ്പൽ മാർഗമാണ് സഞ്ചരിക്കുന്നെങ്കിൽ കപ്പൽ ഛേദത്തില് അകപ്പെടാം. പിന്നെ അന്നത്തെ കാലത്ത് യുദ്ധങ്ങളൊക്കെയാണ്. യുദ്ധങ്ങളിൽ രാജാക്കന്മാരെ ആളുകളെ, അവരെ പടയാളികളായിട്ട് ആരോഗ്യമുള്ള പുരുഷന്മാരെ ചേർത്ത് അവരാ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടേക്കും. കൊല്ലപ്പെടുമ്പോൾ അവൻ വിവാഹം കഴിച്ച സ്ത്രീ ചെറുപ്പക്കാരി ആയിരിക്കും, അവര് വിധവയായിത്തീരും. ഇന്ന് ആ ഒരു വലിയ പ്രശ്നം നമുക്ക് അതുപോലെ തോന്നുന്നില്ല. എന്നാൽ അന്നത്തെ സഭയിൽ അങ്ങനെ ഉണ്ടായിരുന്നു. വളരെ ചെറുപ്പത്തിലെ വിധവമാരായി തീർന്ന സ്ത്രീകൾ, അവർക്ക് മക്കളുണ്ടായിരിക്കും, ചിലപ്പോൾ മക്കളില്ലായിരിക്കും. അങ്ങനെയൊക്കെയുള്ള ആ സമൂഹം അതിനെ എങ്ങനെ നടത്തിക്കൊണ്ട് അവര് ക്രിസ്തീയ സഭയിലായി തീരുമ്പോൾ അവരെ കരുതേണ്ട ഉത്തരവാദിത്വം ആർക്കുള്ളതാണ്? സഭയ്ക്കുള്ളതാണ്. ഗലാത്യ ലേഖനം 6-ാം അധ്യായത്തില് സഭ അന്യോന്യം കരുതുന്നതിനെ കുറിച്ച്
പറയുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഗലാത്യ ലേഖനം 6-ാം അധ്യായം 10-ാമത്തെ വാക്യം. ആകയാൽ അവസരം കിട്ടും പോലെ നാം എല്ലാവർക്കും വിശേഷാൽ സഹവിശ്വാസികൾക്കും നന്മ ചെയ്യും. നമ്മോടുകൂടെ മുട്ടുകുത്തുന്ന ഒരുവൻ അല്ലെങ്കിൽ ഒരുവൾ അവർ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നെങ്കിൽ അവരെ കരുതേണ്ട ഉത്തരവാദിത്വം ആ കൂട്ടായ്മയ്ക്ക് ഉള്ളതാണ്. എന്നാൽ അങ്ങനെ കരുതുമ്പം തന്നെ ചില അപകടങ്ങൾ അതിൻ്റെ അകത്തുണ്ടാകും, അല്ലേ? ചാരിറ്റി എന്ന് പറയുന്നത്, അല്ലേ? ചാരിറ്റി ചിലപ്പം മനുഷ്യരെ എന്തോ ആകും, ഐഡിയലാക്കിട്ടു. ഇപ്പൊ സഭയിൽ നിന്ന് അന്നത്തെ കാലത്ത് ഒരു പക്ഷേ സഭയിലെ കോമൺ മീൽ ഉണ്ടായിരുന്നെന്ന് വെച്ചു, അല്ലെ? ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ വിധവമാർക്ക് അവരെ സംരക്ഷിക്കാൻ അവരുടെ ഭർത്താക്കന്മാരില്ല, ഭർത്താക്കന്മാർ മരിച്ചു പോയതാണ്, ജോലി ചെയ്ത് ഉപജീവനം തേടാനുള്ള വീട്ടിൽ ആരുമില്ല, വിവാഹം കഴിച്ചു വിട്ടതാണ്, ഇനി തിരിച്ച് സഹോദരന്മാരുടെ അടുക്ക പോകാൻ കഴിയുകയില്ല. അങ്ങനെയുള്ളവരെ കരുതേണ്ട ഉത്തരവാദിത്വം ആ ലോക്കൽ ചർച്ചിനുണ്ട്. അപ്പൊ ആ ലോക്കൽ ചർച്ച് ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കുമ്പം ആരെയൊക്കെയാണ് അതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തേണ്ടതെന്നുള്ള വലിയൊരു ലിസ്റ്റാണ് ഇനിയും അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പറയും. അപ്പൊ അതുകൊണ്ടാണ് ഒരു ലിസ്റ്റ് അന്നത്തെ കാലത്ത് സഭയിലുണ്ടായിരുന്നു. ഇവിടെ നാം ഗലാത്യർ 6:10 വായിച്ചു, ആകയാൽ നാം എല്ലാവർക്കും വിശേഷാൽ സഹവിശ്വാസികൾക്കും നന്മ ചെയ്യും. അപ്പൊ സഭയ്ക്ക് അങ്ങനെ വലിയൊരു ഉത്തരവാദിത്വമുണ്ട്. ആദിമ ക്രിസ്തീയ സഭ എപ്പോഴും അത് ചെയ്തിരുന്നു. അപ്പോസ്തല പ്രവൃത്തി നാം വായിക്കുമ്പോൾ നമുക്കറിയാം, യെരുശലേമിലെ ക്ഷാമം ഉണ്ടായപ്പോൾ, അല്ലേ, യഹൂദന്മാരിൽ നിന്നും ക്രിസ്ത്യാനികളായി തീർന്നവര് വലിയ പട്ടിണി അനുഭവിച്ചു, അല്ലേ? അന്നേരം പൗലോസ് എന്തോ ചെയ്തു? ജാതികളുടെ സഭയിൽ നിന്നും ഒരു പിരിവെടുത്തു. അതാ 2 കൊരിന്ത്യർ 8-ാം അധ്യായത്തിലൊക്കെ വിശുദ്ധന്മാർക്ക് ധർമ്മോപകാരം ചെയ്യുവാനെന്നൊക്കെ നാം വായിക്കുന്നു. ഒരു കളക്ഷൻ എടുത്തിട്ട് ഈ പല സഭകളിൽ നിന്നും, പ്രത്യേകിച്ചും മക്കതോന്യ സഭ എന്ന് പറഞ്ഞാല് ഫിലിപ്പിയ, തെസ്സലോനിക്ക, അല്ലേ, ബെരോവ, ഈ 3 സഭകൾ. അതിൽ ഏറ്റവും കൂടുതൽ സഹായിച്ച ഒരു സഭയാണ് ഫിലിപ്പിയ സഭ. പിന്നെ അഖായയിലെ സഭകൾ എന്ന് പറയുന്ന കൊരിന്തിലെ സഭ. അപ്പൊ ഈ സഭകളിൽ നിന്നൊക്കെ പിരിവെടുത്തുകൊണ്ട് കൊടുക്കുന്നു. 2 കൊരിന്ത്യർ 8-ാം അധ്യായത്തിൽ തന്നെ പറയുന്നുണ്ട്, അല്ലേ, സഹോദരന്മാരെ, മക്കതോന്യ സഭകൾക്ക് ലഭിച്ച ദൈവകൃപ നിങ്ങൾ അറിയാതിരിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, അല്ലേ? അവർ മഹാകഷ്ടത്തിലും ദാരിദ്ര്യത്തിലും ആയിരുന്നിട്ടും അവര് ധാരാളം ഔദാര്യം കാണിപ്പാനായിട്ട് അവർക്ക് കഴിഞ്ഞു. ആ പിരിവ് കൊണ്ട് അവിടെ കൊടുത്തു. പൗലോസ് അപ്പോസ്തലൻ അങ്ങനെ ആ പിരിവുമായിട്ട് പോകുമ്പോഴാണ് പൗലോസിനെ യെരുശലേമിൽ വെച്ച് അറസ്റ്റ് ചെയ്യുന്നത്, പിടിക്കുന്നത്, അല്ലെ? 3-ാം മിഷണറി യാത്രയുടെ ഒടുവില് അത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അഗബോസ് എന്ന് പറയുന്ന മനുഷ്യൻ എഴുന്നേറ്റ് ഒരു വലിയ ക്ഷാമം ഉണ്ടാകുമെന്ന് പ്രവചിച്ചു. അപ്പോസ്തല പ്രവൃത്തി നാം അത് വായിക്കുന്നു. ആ ക്ഷാമം പിന്നെ ഉണ്ടായപ്പോഴാണ് പൗലോസ് ഈ പിരിവുമായിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞത്, നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം, എവിടെ ദാരിദ്ര്യവും പ്രയാസവും ഉണ്ടോ അവിടെ മറ്റ് സഹോദരന്മാർ അവരെ സഹായിച്ചു. മണിപ്പൂരിൽ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ കേരളത്തിലെ സഭ അവരെ സഹായിക്കണം. ആ ഉത്തരവാദിത്വമാണ്. കാരണം കർത്താവിന്റെ ശരീരത്തിന്റെ ഭാഗമാണ് സഭ എന്ന് പറയും, അല്ലേ? നാം അതിലെ ഒരു അവയവും മണിപ്പൂരിലെ സഹോദരൻ മറ്റൊരു അവയവുമാണ്. സോ ആ ഗ്ലോബൽ ചർച്ചിന് അങ്ങനെ വലിയൊരു ഉത്തരവാദിത്വമുണ്ട്. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ഈ വ്യക്തികളോട് ഇടപെടുമ്പോൾ, മൂത്തവരോട് ഇടപെടുമ്പോൾ നീ അവരെ ഹാർഷായിട്ട്, റൂഡായിട്ട് അവരെ ശാസിക്കരുത്. അവരെ അപ്പനെ പോലെ കരുതി, നിന്റെ അപ്പനോട് നീ എങ്ങനെ സംസാരിക്കൂ അതുപോലെ വേണം അവരെ കറക്റ്റ് ചെയ്യണം. പക്ഷെ അപ്പനോട് പറയുന്ന പോലെ വേണം, അല്ലെ അമ്മയോട് പറയുന്ന പോലെ, ഇളയ സഹോദരനോടോ സഹോദരിയോടോ പറയുന്നത് പോലെ ചെയ്യണം എന്നാണ് പറയുന്നത്. നീ പക്ഷമായിട്ടൊന്നും ചെയ്യരുത്. ഡു നോട്ട് ഷോ പാർഷ്യാലിറ്റി ഓർ ഫേവറിറ്റിസം എന്ന് പറയുന്നു. മാത്രവുമല്ല, ഒരു സഭയിലെ എല്ലാവരോടും ഒരുപോലെ പെരുമാറുവാൻ ആ സഭാ ശുശ്രൂഷകന് കഴിയണം. എ പേഴ്സൺ ഇൻ ദ ചർച്ച് മസ്റ്റ് നോട്ട് ഫീൽ നെഗ്ലക്റ്റഡ് ബൈ ഹിസ് പാസ്റ്റർ, അല്ലേ? നമ്മുടെ സഭയിലുള്ള, നമ്മുടെ ഉത്തരവാദിത്വത്തിലുള്ള കൂട്ടായ്മയിലെ ഒരു വ്യക്തിക്ക്
എന്റെ സഭാ ശുശ്രൂഷകൻ എന്നെ അവഗണിക്കുന്നു, എന്നെ ശ്രദ്ധിക്കുന്നേ ഇല്ല, എന്നെ പരിഗണിക്കുന്നില്ല എന്ന് പറയുവാൻ ഒരിക്കലും ഇടവരരുത്. ഇവിടെ പറയുന്നത് അതുകൊണ്ട് ഓരോ സഭയും ഓരോ കുടുംബമാണ്. അതുകൊണ്ട് സ്നേഹത്തോടുകൂടെ അന്യോന്യം സേവിക്കണം. അവർ ഏത് പ്രായക്കാരായിരുന്നാലും, റിഗാർഡ്ലെസ് ഓഫ് ദർ ഏജസ്, വി മസ്റ്റ് ലവ് ആൻഡ് സെർവ് ഓൾ മെമ്പേഴ്സ് ഇൻ ദ ചർച്ച്. സഭയിലെ എല്ലാ വിശ്വാസികളെയും സ്നേഹത്തോടെ നാം അവരോട് പെരുമാറുകയും അവരെ സേവിക്കുകയും ചെയ്യണമെന്ന് പറയുന്നു. 5-ാം അധ്യായത്തിന്റെ 3 മുതൽ 10 വരെയുള്ള വാക്യങ്ങളില് വിധവമാരുടെ സംരക്ഷണത്തെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ. വിധവമാരായി തീരുന്ന ധാരാളം പേര് അന്നത്തെ കാലത്തെ സഭയിലുണ്ടായി. ആദിമ ക്രിസ്തീയ സഭയിലുണ്ടായ ആദ്യത്തെ പ്രശ്നം തന്നെ എന്താ? അപ്പോസ്തല പ്രവൃത്തി 6-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത് എബ്രായ ഭാഷ സംസാരിക്കുന്ന വിധവമാരും ഗ്രീക്ക് ഭാഷ സംസാരിക്കുന്ന വിധവമാരും ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങളുടെ വിധവമാരെ സെർവ് ചെയ്യുമ്പോൾ, ഭക്ഷണം വിളമ്പുമ്പോൾ ഉപേക്ഷയായി വിചാരിക്കുന്നു എന്ന് ഒരു ഭാഷക്കാർ മറ്റൊരു ഭാഷക്കാരുടെ നേരെ പിറുപിറുത്ത് ആ പ്രശ്നം അപ്പോസ്തലന്മാരുടെ അടുക്കൽ വന്നു, അല്ലേ? അതാ ആദിമ സഭയിൽ റിപ്പോർട്ട് ചെയ്യുന്ന ആദ്യത്തെ പ്രശ്നം എന്ന് പറയും. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? വിധവമാരായിരിക്കുന്നവർക്ക് ഒരു പ്രത്യേക സംരക്ഷണം ആദിമ സഭയിൽ ഉണ്ടായിരുന്നു. അത് യഹൂദന്മാരെ ന്യായപ്രമാണത്തിലും പ്രത്യേകമായിട്ട് വിധവമാരെ സംരക്ഷിക്കുന്നതിനുള്ള ഒരു സ്പെഷ്യൽ ലെജിസ്ലേഷൻ, നിയമങ്ങൾ ഉണ്ടായിരുന്നു. ആവർത്തന പുസ്തകം 10:18 ഒന്ന് വായിച്ചാട്ടോ. ആവർത്തന പുസ്തകം 10:18. അതുപോലെ 14:29. അവൻ അനാഥർക്കും വിധവമാർക്കും ന്യായം നടത്തി കൊടുക്കുന്നു. 14:29. ആവർത്തനം 14:29. നീ ചെയ്യുന്ന സകല പ്രവൃത്തിയിലും നിന്റെ ദൈവമായ യഹോവ നിന്നെ അനുഗ്രഹിക്കേണ്ടതിന് നിന്നോടുകൂടെ ഓഹരിയും അവകാശവും ഇല്ലാത്ത ലേവ്യനും നിന്റെ പട്ടണങ്ങളിലുള്ള പരദേശിക്കും അനാഥനും വിധവയും വന്ന് തിന്ന് തൃപ്തരാകണം. അപ്പൊ അവർക്ക് ഭക്ഷണം കൊടുക്കാനുള്ള ഉത്തരവാദിത്വം ആ സമൂഹത്തെ ദൈവത്തിന്റെ ന്യായപ്രമാണത്തിലൂടെ, ഇനി അനേക വാക്യങ്ങൾ പറയാനുണ്ട്. ആവർത്തന പുസ്തകം 24:17, യെശയ്യാവ് 1:17, മലാക്കി 3:5 വായിച്ചാലും നമുക്കത് കാണാനായിട്ട് കഴിയും. മലാക്കി 3:5. ഞാൻ ന്യായവിധിക്കായി നിങ്ങളോട് അടുത്തു വരും. ഞാൻ ക്ഷുദ്രക്കാർക്കും വ്യഭിചാരികൾക്കും കള്ളസത്യം ചെയ്യുന്നവർക്കും കൂലിയുടെ കാര്യത്തിൽ കൂലിക്കാരനെയും വിധവയെയും അനാഥനെയും പീഡിപ്പിക്കുന്നവർക്കും എന്നെ ഭയപ്പെടാതെ പരദേശിയുടെ ന്യായം മറിച്ചു കളയുന്നവർക്കും വിരോധമായ ഒരു ശീഘ്ര സാക്ഷിയായിരിക്കും എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്തു. അനാഥനും വിധവയ്ക്കും പരദേശിക്കും. മനോഹരമായ ഒരു വാക്യം സങ്കീർത്തനത്തിലുണ്ട്. 68-ാമത്തെ സങ്കീർത്തനത്തിന്റെ 5-ാമത്തെ വാക്യം ഒന്ന് നോക്കിയാട്ടെ. ദൈവം ആർക്ക് വേണ്ടിയാ നിൽക്കുന്നത് എന്നോട് വ്യക്തമായിട്ട് പറയുന്നു. 68:5, സങ്കീർത്തനം 68:5. ദൈവം തന്റെ വിശുദ്ധ നിവാസത്തിൽ അനാഥന്മാർക്ക് പിതാവും വിധവമാർക്ക് ന്യായപാലകനുമാകും. വളരെ വ്യക്തമായ ന്യായപ്രമാണം ദൈവത്തിന്റെ വാചനം പറയുന്നു. ദൈവം അനാഥർക്ക് പിതാവും വിധവയ്ക്ക്, അതുകൊണ്ടാ കൊച്ചുഞ്ഞ് ഉദ്ദേശിച്ച് പാടിയത് അല്ലേ? പിതാവില്ലാത്തവർക്ക് അവൻ നല്ലൊരു താതനും പെറ്റമ്മയെ കവിഞ്ഞ് ആർദ്രവാനും വിധവയ്ക്കു കാന്തനും സാധുവിനപ്പവും എല്ലാവർക്കും എല്ലാമൻ കർത്താവത്ര. ഇന്ന് നമ്മൾ പാടിയ എന്റെ ദൈവം സ്വർഗസിംഹാസനം എന്ന് ആരംഭിക്കുന്ന പാട്ടിലെ വരികളത്. വിധവയ്ക്ക് കാന്തനും സാധുവിനപ്പവും എല്ലാവർക്കും എല്ലാമൻ കർത്താവത്ര. ദൈവം തന്റെ വിശുദ്ധ നിവാസത്തിൽ അനാഥന്മാർക്ക് പിതാവും വിധവമാർക്ക് ന്യായപാലകനുമാകും. അപ്പോ അവരെ സംരക്ഷിക്കുവാനുള്ള വലിയൊരു ഉത്തരവാദിത്വം
ദൈവം തന്റെ സഭയെ ഫലമേൽപ്പിച്ചു. എന്നാൽ യഹൂദ മതത്തിൽ പ്രത്യേകിച്ചും സ്ത്രീകളെയും അല്ലേ വളരെ 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 താഴ്ത്തിയാണ് അവര് യഹൂദന്മാരാ പിന്നീട് അവരെ കണ്ടിരുന്നത്. അതുകൊണ്ടാ കർത്താവ് ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായത്തിലായിരിക്കില്ല ആ ഉപമ പറയുന്നത്, ദൈവത്തെ ഭയവും മനുഷ്യരെ ശങ്കയും ഇല്ലാത്തൊരു ന്യായാധിപൻ ഉണ്ടായിരുന്നു. ഒരു വിധവ അവന്റെ അടുക്ക ചെന്നേച്ച് എനിക്ക് നീതി നടത്തി തരണമെന്ന് പറഞ്ഞു. അവളെ ആദ്യമൊക്കെ ഓടിച്ചു വിട്ടു. പക്ഷെ അവള് ലജ്ജ കൂടാതെ വന്ന് അല്ലേ അവിടെ നിൽക്കുന്നുണ്ട്. തന്നെ അസഹ്യമാക്കിയത് കൊണ്ട് ഞാൻ അവിടെ കാര്യം തീർത്ത് അവൾക്ക് പ്രതിക്രിയ നടത്തി കൊടുക്കുമെന്ന് അവസാനം രക്ഷയില്ലാതെ അവൾ അങ്ങ് എന്നും വന്ന് ഇയാള് കോടതി കൂടുന്നിടത്ത് അങ്ങ് നിൽക്കുക. അയക്ക് ദൈവത്തെ ഭയവും ഇല്ല, മനുഷ്യരെ ശങ്കയുമില്ല. പക്ഷെ എന്നും അയാള് കോടതി കൂടുന്നിടത്ത് ഇവള് വന്ന് അവിടെ നിൽക്കും. അപ്പൊ ഇവിടെ ശല്യം സഹിക്കാൻ വയ്യാതെ ഒടുവിൽ ആ ന്യായം നടത്തി കൊടുക്കുന്നെങ്കിൽ കർത്താവ് പറയുന്നു, ദൈവമോ തന്നോട് രാപ്പകൽ നിലവിളിക്കുന്നതിന്റെ വൃതന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനായാലും അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കുകയില്ല. അപ്പൊ യഹൂദ മതത്തിൽ വിധവമാരെ വളരെ താഴ്ത്തി കെട്ടിയിരുന്ന ഒരു സമൂഹം ഉണ്ടായി. എന്നാല് ക്രിസ്തീയ സഭയിൽ പൗലോസ് അപ്പോസ്തലൻ വളരെ വ്യക്തമായി പറയുകയാണ്, ഇത് ഞാൻ ദൈവത്തെയും പുത്രനായ യേശു ക്രിസ്തുവിനെയും അവന്റെ വിശുദ്ധ ദൂതന്മാരെയും സാക്ഷി വെച്ച് നിന്നോട് പറയുകയാണ്, ഞാൻ ഈ പറയുന്നതൊക്കെ അല്ലേ നീ കൃത്യമായി പാലിച്ചു കൊള്ളണം. 5:21 അപ്പൊ അതിന്റെ മേളിൽ പറഞ്ഞിരിക്കുന്ന എല്ലാം അങ്ങനെ പാലിക്കണമെന്നാ പറയുന്നത്. അതുകൊണ്ട് ഇവിടെ നാം കാണുന്നത്, ഞാൻ പറഞ്ഞല്ലോ, ആദിമ ക്രിസ്തീയ സഭയിൽ പ്രത്യേകിച്ചും പൗലോസ് പറയുന്ന ഈ സഭയിൽ ആരെയൊക്കെ സപ്പോർട്ട് ചെയ്യണം അതിനൊരു ലിസ്റ്റ് ഉണ്ട്. അതുകൊണ്ട് ആ ലിസ്റ്റ് ഉണ്ടായിരുന്നെന്ന് ഇവിടെ നമ്മൾ വായിച്ചാല് നമുക്ക് കാണുവാനായിട്ട് കഴിയും. 10-ാമത്തെ വാക്യത്തിന്റെ ഒടുവിൽ പറയുന്നു, ഞെരുക്കമുള്ളവർക്ക് മുട്ട് തീർക്കുകയോ സർവ്വസൽപ്രവൃത്തിയും ചെയ്തു പോരുകയോ ചെയ്തുവെങ്കിൽ അവളെ തിരഞ്ഞെടുക്കാം. ഷീ മസ്റ്റ് ബി എൻലിസ്റ്റഡ് ഓർ എൻറോൾഡ് എന്നാ ഇംഗ്ലീഷിൽ പറയും. എന്ന് പറഞ്ഞാൽ ആ ലിസ്റ്റിൽ അവിടെ പേര് ചേർക്കാമെന്ന്. അപ്പൊ ആരെയൊക്കെ സഹായിക്കേണ്ടവരുടെ ഒരു ലിസ്റ്റ് അവർ തയ്യാറാക്കിയിരുന്നു. ഇവിടെ അങ്ങനെ തയ്യാറാക്കുമ്പം ആരെയൊക്കെ തെരഞ്ഞെടുക്കണം, അവരുടെ യോഗ്യതകൾ എന്തൊക്കെ ആയിരിക്കണം എന്നാണ് ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. 2-ാമത്തെ വാക്യത്തില് പറയുന്നു, 3-ാമത്തെ വാക്യം, സാക്ഷാൽ വിധവമാരെ മാനിക്കുക. വല്ല വിധവയ്ക്കും പുത്രപൗത്രന്മാർ ഉണ്ടെങ്കിൽ അവർ മുമ്പേ സ്വന്തം കുടുംബത്തിൽ ഭക്തി കാണിച്ച് അമ്മയപ്പന്മാർക്ക് പ്രത്യുപകാരം ചെയ്യുവാൻ പഠിക്കട്ടെ, ഇത് ദൈവസന്നിധിയിൽ പ്രസാദകരവും ആകുന്നു. സാക്ഷാൽ വിധവയും ഏകാഗിയുമായവൾ ദൈവത്തിൽ ആശ്രയിച്ച് രാപ്പകൽ യാചനയിലും പ്രാർത്ഥനയിലും ഉറ്റുപാർക്കും. ഇവിടെ എന്താ പറയുന്നത്? ഒരു വിധവയെ സഹായിക്കാൻ ആരുമില്ലെങ്കിൽ, ഇഫ് നോബഡി ഈസ് ദർ ടു ഹെൽപ്പ് ഹെർ, then you can enlist her name, അല്ലേ, എൻറോൾ ഹെർ. നിനക്ക് അവളുടെ പേര് ആ ലിസ്റ്റിൽ ചേർക്കാം. സഭ അവളെ ആരും സഹായിക്കാനില്ലെങ്കിൽ, എന്നാൽ അവൾക്ക് മക്കളോ കൊച്ചുമക്കളോ ഒക്കെ ഉണ്ടെങ്കിൽ എന്തോ വേണം? ആ മക്കളോ കൊച്ചുമക്കളോ അവിടെ സംരക്ഷണം ഏറ്റെടുക്കണം. ആ ഉത്തരവാദിത്വം സഭയുടെ മേൽ വരാൻ പാടില്ല. അതാണ് അവിടെ പറയുന്നത്. മലയാളത്തിൽ നമ്മൾ വായിക്കുമ്പം അത്ര ക്ലിയർ ആയിട്ട് നമുക്ക് അവിടെ തോന്നുന്നില്ല. അവിടെ പറയുന്നു, പുത്രപൗത്രന്മാർ ഉണ്ടെങ്കിൽ അവർ മുമ്പേ സ്വന്തം കുടുംബത്തിൽ ഭക്തി കാണിച്ച് അമ്മയപ്പന്മാർക്ക് പ്രത്യുപകാരം ചെയ്യാൻ പഠിക്കട്ടെ. 10 കൽപ്പനയിലെ വാഗ്ദത്വത്തോടുകൂടിയ കൽപ്പന എന്താ? നിനക്ക് ദീർഘായുസ് ഉണ്ടാകേണ്ടതിന് നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കും. അപ്പൊ അപ്പനെയും അമ്മയും പ്രായമാകുമ്പം ചേർത്ത് കൊള്ളേണ്ട വലിയൊരു ഉത്തരവാദിത്വം. അപ്പം മരിച്ചുപോയി, അമ്മ മാത്രമേ ഉള്ളൂ, മക്കളും ഉണ്ട്, കൊച്ചുമക്കളും ഉണ്ട്, അവര് നല്ല നിലയിൽ ജീവിക്കുകയാണ്. പക്ഷെ അമ്മയെ നോക്കാൻ ആരും ഇല്ലെങ്കിൽ എന്നാ സഭയെ കൊണ്ട് ഏൽപ്പിച്ചേക്കാമെന്ന് ആരും വിചാരിക്കരുത് എന്നാണ് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ വ്യക്തമായിട്ട് പറയും. അമ്മയപ്പന്മാരുണ്ടെങ്കിൽ അവർ വീട്ടിൽ ദൈവഭക്തി കാണിച്ച് അങ്ങനെയുള്ള പുത്രപൗത്രന്മാര്, അങ്ങനെയുള്ള അല്ലേ അമ്മയപ്പന്മാരെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഏറ്റെടുക്കണം. ആ ഉത്തരവാദിത്വം സഭയുടെ മേൽ വെക്കരുത്. പൊതു ഖജനാവിൽ നിന്നല്ല അവരുടെ ചെലവ് നടത്തേണ്ടത് എന്ന് വ്യക്തമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ അവരാരാന്നാ പറയുന്നത്? 8-ാമത്തെ വാക്യം, മക്കളും കൊച്ചുമക്കളും ഒക്കെ ഉണ്ട്, അവർ പക്ഷെ അമ്മയപ്പന്മാരെ കരുതുന്നില്ലെങ്കിൽ തനിക്കുള്ളവർക്കും പ്രത്യേകം സ്വന്തം കുടുംബക്കാർക്കും വേണ്ടി കരുതാത്തവൻ വിശ്വാസം തള്ളിക്കളഞ്ഞ് അവിശ്വാസിയേക്കാൾ ആദമനായിരിക്കും.
മക്കളും ഉണ്ട്, കൊച്ചുമക്കളും ഉണ്ട്, ഒരു നല്ല നിലയിൽ കഴിയുക. പക്ഷെ അമ്മയെ സംരക്ഷിക്കുന്നില്ല. അമ്മ വിധവയാണ്. അവരെ സഭയെ കൊണ്ട് ഏൽപ്പിച്ചാൽ അല്ലേ, അവര് അവിശ്വാസിയേക്കാൾ ആദമന്മാരാണ് എന്നാണ് ഇവിടെ പറയുന്നത്. അന്നത്തെ കാലത്ത് അല്ലേ വിധവാ പെൻഷനോ വാർദ്ധക്യകാല പെൻഷനോ അല്ലേ സോഷ്യൽ സെക്യൂരിറ്റിയോ മെഡിക്കൽ ഇൻഷുറൻസോ ഒന്നും ഇല്ലാത്തൊരു കാലം. അങ്ങനെ ഒരു കാലത്തെ കുറിച്ചാണ് നാം ഇവിടെ ചിന്തിക്കുന്നത്. ഇന്ന് ചിലപ്പോഴൊക്കെ പറയും അല്ലേ, ആ പെൻഷൻ ഉണ്ട്, 1500 രൂപയോ ഒക്കെ ഒരു മാസം കിട്ടുന്നതായിരിക്കാം, അതുകൊണ്ട് കഴിയാൻ പറ്റില്ലെന്ന് നമുക്ക് അറിയുകയും ചെയ്യാം. എന്നാൽ അങ്ങനെയുള്ള രാജ്യങ്ങളുണ്ടല്ലോ, കരുതുന്ന രാജ്യങ്ങളും ഉണ്ട്. ഇവിടെ പറയുന്ന അമ്മയപ്പന്മാരെ സഭയ്ക്ക് ഭാരം വരുത്തരുത് എന്ന് പ്രത്യേകമായിട്ട് പറയുന്നു. 16 വാക്യത്തിലും പറയുന്നു, ഒരു വിശ്വാസിനിക്ക് വിധവമാർ ഉണ്ടെങ്കിൽ അവൾ തന്നെ അവർക്ക് മുട്ട തീർക്കട്ടെ, സഭയ്ക്ക് ഭാരം വരരുത്. സാക്ഷാൽ വിധവമാരായവർക്ക് മുട്ടു തീർപ്പാൻ. യഥാർത്ഥത്തിൽ ആരും കരുതാനില്ലാത്ത വിധവമാരുണ്ടെങ്കിൽ അതാ സാക്ഷാൽ വിധവമാരെന്ന് പറയും. അവരെ സഹായിക്കാനുള്ള ഉത്തരവാദിത്വം സഭയ്ക്കുണ്ട്. എന്നാൽ വിശ്വാസിനികൾക്ക് വിധവമാർ ഉണ്ടെങ്കിൽ അവർ തന്നെ അവരുടെ മുട്ട തീർക്കട്ടെ എന്ന് പറഞ്ഞാൽ അവർക്ക് സഹായം ചെയ്തു കൊടുക്കട്ടെ എന്നാണ് പറയുന്നത്. അപ്പൊ ഒന്നാമത്തെ ക്വാളിഫിക്കേഷൻ എന്താ? ഏത് വിധവമാരെയാണ്? സാക്ഷാൽ വിധവമാർ എന്ന് പറഞ്ഞാൽ ആരും സഹായിപ്പാനില്ലാത്തത്. നോബഡി ഈസ് ദർ ടു ഹെൽപ്പ് ഹെർ. അങ്ങനെയുള്ളവരുടെ ഉത്തരവാദിത്വം സഭ ഏറ്റെടുത്ത് അവരെ സംരക്ഷിക്കണം, അവരുടെ ചിലവ് കാര്യങ്ങൾ നടത്തണം എന്ന് പറയുന്നു. രണ്ടാമത്തെ ക്വാളിഫിക്കേഷൻ 5-ാമത്തെ വാക്യത്തിന്റെ, സാക്ഷാൽ വിധവയും ഏകാഗിയുമായവൾ ദൈവത്തിൽ ആശ്രയിച്ച് രാപ്പകൽ യാചനയിലും പ്രാർത്ഥനയിലും ഉറ്റുപാർക്കുന്നു. യഥാർത്ഥ വിധവയ്ക്ക് മറ്റൊരു ക്വാളിഫിക്കേഷനോട്, അവൾ എന്താ ചെയ്യുന്നത്? അവള് സഭയിൽ നിന്നാണ് ഉള്ള സംരക്ഷണം. അങ്ങനെയാണെങ്കിൽ അവൾ ചെയ്യേണ്ടത് എന്താ? പ്രാർത്ഥനയിലും യാചനയിലും അവിടെ സമയം ചെലവഴിക്കും. അങ്ങനെ ഒരു വിധവയെ കുറിച്ച് നമ്മൾ വേദോസ്തം പറയുന്നുണ്ട്. ആരെ കുറിച്ച് ഓർക്കുന്നു? കർത്താവായ യേശു ക്രിസ്തുവിനെ ദേവാലയത്തിൽ കൊണ്ടുവന്നപ്പം, കുഞ്ഞായിരിക്കുമ്പോൾ ദേവാലയത്തിൽ കൊണ്ടുവന്നപ്പോൾ ഫനുവേലിന്റെ മകളായ ഹന്ന പ്രവാചകൻ കന്യാകാലത്തിന് ശേഷം 7 വർഷം ഭർത്താവിനോടുകൂടെ ചെലവഴിച്ച് 84 വർഷം വിധവയായിരുന്ന ഒരു സ്ത്രീ. അപ്പൊ അവരുടെ വിവാഹ ജീവിതം 7 വർഷം, വിധവാകാലം 84 വർഷം, പിന്നെ കന്യാകാലം വേറെ ഉണ്ട്. അപ്പൊ അവർക്ക് എത്ര വയസ്സ് കാണും കർത്താവിനെ കാണുമ്പോൾ? 84 7 91. ഒരു 12-ാമത്തെ വയസ്സിലോ 14-ാമത്തെ വയസ്സിലോ അന്ന് വിധവയായെങ്കിൽ 91 12 103 കാണും. പക്ഷെ അവര് ദേവാലയത്തെ വിട്ടുപിരിയാതെ പ്രാർത്ഥനയോടെ കഴിച്ചിരുന്നു. അപ്പോ രണ്ടാമത്തെ ക്വാളിഫിക്കേഷൻ, സഭ ആരെ സംരക്ഷിക്കണം? അന്ന് യെരുശലേം ദേവാലയത്തിൽ അങ്ങനെയുള്ളവർക്ക് പാർക്കാൻ അതിനോട് ചേർന്ന് മുറികൾ ഉണ്ടായിരുന്നെന്ന് അവർ, ചില സെപ്പറേറ്റ് റൂംസ് ഉണ്ടായിരുന്നു. അപ്പൊ ഹന്ന അവിടെ ആയിരുന്നു കഴിഞ്ഞു കൂടിയിരുന്നു. അപ്പോ അങ്ങനെയുള്ള വിശ്വാസിനിയായ നല്ല സാക്ഷ്യമുള്ള വിധവയായിരിക്കണം ഈ സഭ സംരക്ഷിക്കേണ്ട വിധവ എന്ന് പറയുന്നത്. ദൈവത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥനയിലും യാചനയിലും ഉറ്റുപാർക്കുന്ന സ്ത്രീ ആയിരുന്നു. അപ്പോ ആ സ്ത്രീ, അവരുടെ പ്രത്യേക ജോലി എന്തായിരിക്കും? അങ്ങനെയുള്ളവർ ദേവാലയത്തിൽ കഴിയുമ്പോൾ, അല്ലെങ്കിൽ ആ സഭയിൽ കഴിയുമ്പോൾ, സഭ അവരുടെ സംരക്ഷണം ഏറ്റെടുക്കുമ്പോൾ അവർക്ക് തിരിച്ചു കൊടുക്കാനുള്ള ഒരു ഉത്തരവാദിത്വം എന്താ? അവർ മറ്റുള്ളവർക്ക് വേണ്ടി മധ്യസ്ഥത വഹിക്കുന്ന, പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുന്ന സ്ത്രീകള് ആയിരിക്കണം. പിന്നെ മറ്റൊരു ക്വാളിഫിക്കേഷൻ പറയുന്നത് 9-ാമത്തെ വാക്യം, സൽപ്രവർത്തികളാൽ സ്തുതിപ്പെട്ട് ഏക ഭർത്താവിന്റെ ഭാര്യയായിരുന്ന 60 വയസ്സിന് താഴെ അല്ലാത്ത വിധവ. അപ്പം ഷീ മസ്റ്റ് ബി അറ്റ്ലീസ്റ്റ് 60 years old. 60 വയസ്സിന് മേളി പ്രായമായിരിക്കും. 60 വയസ്സിന് താഴെയുള്ളവരെ ഈ എനിക്ക് തോന്നുന്നത് സഭയുടെ ഒക്കെ ഭരണഘടന തയ്യാറാക്കുന്ന അല്ലേ, കോൺസ്റ്റിറ്റ്യൂഷൻ തയ്യാറാക്കുമ്പോ ഇതൊക്കെ ചേർക്കണം. എത്ര വളരെ കൃത്യമായിട്ടാണ് ഇത് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞിരിക്കുന്നത്. ആരും സഹായിക്കാനില്ലാത്തവര്, പിന്നെ യഥാർത്ഥത്തിൽ പ്രാർത്ഥനയിലും സമയം ചെലവഴിക്കുന്ന വ്യക്തികളായിട്ടുള്ള വിധവമാര്, പിന്നെ പറയുന്നു 60 വയസ്സിന് താഴെയല്ലാത്തവരായിരിക്കും. അപ്പോ ഏർലി ചർച്ചില് അങ്ങനെ ഒരു ലിസ്റ്റ് ഉണ്ടായിരുന്നു, ലിസ്റ്റ് ഓഫ് വിഡോസ് ഹു നീഡ് സപ്പോർട്ട്.
ആൻഡ് ദേ ഹെൽപ്ഡ് ഇൻ വേരിയസ് മിനിസ്ട്രീസ് ഓഫ് ദ ചർച്ച്. സഭയുടെ വ്യത്യസ്തങ്ങളായ ശുശ്രൂഷകളിൽ അങ്ങനെയുള്ള സ്ത്രീകളെ സഹായിച്ച് വന്നിരുന്നു. നമുക്ക് അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായത്തില് തബീത്തായുടെ അല്ലേ, 9-ാം അധ്യായത്തിന്റെ അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായം എടുക്കുമ്പോൾ അതിന്റെ 36 തൊട്ട് 43 വരെയുള്ള വാക്യങ്ങളിലാണ് പേടമാൻ എന്നർത്ഥമുള്ള തബീത്ത എന്ന, ഇംഗ്ലീഷിൽ അവരുടെ പേര് ഡോർക്കാസ് എന്ന. എല്ലാ വാക്യങ്ങളും വായിക്കും. 39-ാമത്തെ വാക്യം, പത്രോസ് എഴുന്നേറ്റ് അവരോടുകൂടെ ചെന്നു. എത്തിയപ്പോൾ അവർ അവനെ മാളിക മുറിയിൽ കൊണ്ടുപോയി. അവിടെ വിധവമാർ എല്ലാവരും കരഞ്ഞുകൊണ്ടും തബീത്ത തങ്ങളോടുകൂടെ ഉള്ളപ്പോൾ ഉണ്ടാക്കിയ കുപ്പായങ്ങളും ഉടുപ്പുകളും കാണിച്ചുകൊണ്ടും അവന്റെ ചുറ്റും നിന്നു. അപ്പോ തബീത്തായോട് കൂടെ എന്താ, കുറച്ച് വിധവമാരായ സ്നേഹിതമാരും ഉണ്ടായിരുന്നു. അപ്പൊ തബീത്ത ഒരു പക്ഷെ അവരെ ഉടുപ്പൊക്കെ ഉണ്ടാക്കാൻ പഠിപ്പിച്ച് കാണുമായിരിക്കും അല്ലേ. അപ്പൊ തബീത്ത പെട്ടെന്ന് മരിച്ചപ്പം അവരവിടെ നിന്ന് കരയുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും ഈ ഭാഗത്ത്. അവിടെ 3-ാമത്തെ ക്വാളിഫിക്കേഷൻ 60 വയസ്സിന് മുകളിലെ പ്രായമായിരിക്കണം. പിന്നെ 9-ാമത്തെ വാക്യത്തിന്റെ ഒടുവിലത്തെ ഭാഗത്ത് പറയുന്നു, അവള് ഷീ മസ്റ്റ് ഹാവ് എ ഗുഡ് മാരേജ് റെക്കോർഡ് എന്ന് പറഞ്ഞാല് ഷീ മസ്റ്റ് നോട്ട് ബി എ ഡിവോഴ്സ്, വിവാഹ മോചനം നേടിയ ഒരു വ്യക്തി ആകരുത്. ഷീ മസ്റ്റ് നോട്ട് ബി എ ഡിവോഴ്സ്ഡ് വുമൺ. മൂപ്പന്മാരും ഡീക്കന്മാരെയും തിരഞ്ഞെടുക്കുമ്പോൾ അവർക്കും ഇതേ യോഗ്യത പറയുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പൗലോസ് അപ്പോസ്തലൻ ഇവിടെ ഇളയ വിധവമാരെ വിവാഹിതരാകുവാനായിട്ട് ഉപദേശിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. മാത്രമല്ല ഇവിടെ പറയുന്നത് അവരെ സംബന്ധിച്ച് അവര് സൽപ്രവർത്തികൾ ചെയ്യുന്നവര് ആയിരിക്കണം, അങ്ങനെയുള്ളവരെയാണ് തെരഞ്ഞെടുക്കാമെന്ന് പറയുന്നത്. 10-ാമത്തെ വാക്യം, 60 വയസ്സിന് താഴെയല്ലാത്ത വിധവ, ഏക ഭർത്താവിന്റെ ഭാര്യയായിരുന്നു. അവിടെയാണ് വിവാഹമോചനം നേടിയ സ്ത്രീ അല്ലെന്ന് പറയുന്നതിന്റെ കാരണം. ഏക ഭർത്താവിന്റെ ഭാര്യയായിരുന്നു. ഒരു ഭർത്താവേ ഉണ്ടായിരിക്കാൻ പാടുള്ള, ഒന്നിലധികം ഭർത്താക്കന്മാരുള്ള സ്ത്രീയെ ആയിരിക്കാൻ പാടില്ല. അവരെ തിരഞ്ഞെടുക്കുമ്പോൾ ഏക ഭർത്താവിന്റെ ഭാര്യ ആയിരുന്നു. 60 വയസ്സിന് താഴെയല്ലാത്ത വിധവ, മക്കളെ വളർത്തുകയോ അതിഥികളെ സൽക്കരിക്കുകയോ വിശുദ്ധന്മാരുടെ കാലുകളെ കഴുകുകയോ ഞെരുക്കമുള്ളവർക്ക് മുട്ടുതീർക്കുകയോ സർവ്വ സൽപ്രവൃത്തിയും ചെയ്തു പോരുകയോ ചെയ്തു എങ്കിൽ അവളെ തെരഞ്ഞെടുക്കും. അപ്പൊ ഒരു നല്ല മാരേജ് റെക്കോർഡ് ഉണ്ടായിരിക്കണം. വിവാഹമോചിതയായിരുന്ന സ്ത്രീയാകാൻ പാടില്ല. പിന്നെ പറയുന്നത് അവള് നല്ല പ്രവർത്തികൾ ചെയ്യുന്ന ഒരു സ്ത്രീ ആയിരുന്നിരിക്കണം എന്നാണ് പറയുന്നത്. ഒരുപക്ഷെ കുട്ടികളെ വളർത്തുക എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ അന്ന് അനാഥ കുട്ടികൾ ഉണ്ടായിരിക്കും, അവരെ വളർത്തിയതിനെ കുറിച്ചായിരിക്കാം അവിടെ ഉദ്ദേശിക്കുന്നത്. ഇനിയും 5-ാം അധ്യായത്തിന്റെ 11 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് ചെറുപ്പക്കാരികളായ വിധവമാണ് എന്ന് പറയുമ്പം 60 വയസ്സിന് താഴെയുള്ളവരെ കുറിച്ചാ പറയും. എന്നാൽ പൗലോസ് അപ്പോസ്തലൻ 59 വയസ്സുള്ള ഒരു വിധവയെ കുറിച്ചാ പറയുന്നതെന്ന് ചിന്തിക്കരുത്. ഇളയ വിധവമാർ എന്ന് പറയുമ്പം ചെറുപ്പക്കാരായ സ്ത്രീകള് ചെറുപ്പത്തിൽ തന്നെ വൈധവ്യം അനുഭവിക്കേണ്ടി വന്ന, ഭർത്താവ് മരിക്കുകയോ കൊല്ലപ്പെടുകയോ ഒക്കെ ചെയ്ത് പോയ അങ്ങനെ വിധവമാരായിരുന്ന സ്ത്രീകളെ കുറിച്ച് പറയുമ്പോൾ അവരെ കുറിച്ച് പറയുന്നത് അവര് 14-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ആകയാൽ ഇളയവർ വിവാഹം ചെയ്യുകയും പുത്രസമ്പത്ത് ഉണ്ടാക്കുകയും ഭവനം രക്ഷിക്കുകയും വിരോധിക്ക് അപവാദത്തിന് അവസരമൊന്നും കൊടുക്കാതിരിക്കുകയും വേണമെന്ന് ഞാൻ ഇച്ഛിക്കുന്നു. ഇളയ വിധവമാരോട് വിവാഹം ചെയ്യാൻ തന്നെ അങ്ങ് ഉപദേശിക്കുകയാണ്. കാരണം എന്താണ്? ഇളയ വിധവമാർ തെറ്റിപ്പോകാനുള്ള സാധ്യത ധാരാളമുണ്ട്. 11-ാമത്തെ വാക്യം, അവർ ക്രിസ്തുവിന് വിരോധമായി പുളച്ചു മതിക്കുമ്പോൾ വിവാഹം ചെയ്യുവാൻ ഇച്ഛിക്കും. ആദ്യ വിശ്വാസം തള്ളുകയാൽ അവർക്ക് ശിക്ഷാവിധി ഉണ്ട്. കാരണം ഇവര് ഇളയ വിധവമാരെ ഒരിക്കൽ ഈ ലിസ്റ്റിൽ ചേർത്ത് അവർക്ക് ഭക്ഷണവും അവരുടെ ചെലവുകളും എല്ലാം സഭയാ ആ കൂടി വരവാ നടത്തുന്നതെന്ന് വെച്ചു. അവർക്കിപ്പം പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലെങ്കിൽ പെട്ടെന്ന് അവർ തെറ്റിപ്പാനുള്ള സാധ്യത ഉണ്ട്. ജോലിയൊന്നും ഇല്ലെങ്കിൽ പിന്നെ അവര് വേറെ എന്തെങ്കിലും ജോലി കണ്ടുപിടിക്കും. അതെന്തുവാ? മറ്റുള്ളവരെ കുറിച്ച് അപവാദം പറയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും താല്പര്യങ്ങൾ ഉണ്ടാകാനോ ഒക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ളവരെ ചേർക്കണ്ട. അവർ വിവാഹം ചെയ്യാൻ ഇച്ഛിക്കും, അവരെ വിവാഹം കഴിപ്പിക്കുക തന്നെ
വേണം എന്നാ പറയും. മാത്രമല്ല അവർ ചിലപ്പോൾ ചെന്ന് അവിശ്വാസിയെ വിവാഹം കഴിച്ചിട്ട് ഈ വിശ്വാസത്തിൽ നിന്ന് തന്നെ മാറിപ്പോകുവാൻ സാധ്യതയുണ്ടാകും. അത് ആദ്യ വിശ്വാസം തള്ളുകയാൽ അവർക്ക് ശിക്ഷാവിധി ഉണ്ട്. 13-ാമത്തെ വാക്യം അത്രയുമല്ല, അവർ വീട് തോറും നടന്ന് മെനക്കെടുവാനും, കാര്യം ഭക്ഷണം ഉണ്ട്, അവരുടെ ചെലവ് നടക്കുന്നുണ്ട്, പിന്നെ വീട് തോറും നടന്നവര് മെനക്കെടുവാൻ ശീലിക്കും. മെനക്കെടുക മാത്രമല്ല, വായാടികളും പരകാര്യത്തിൽ ഇടപെടുന്നതുമായി അരുതാത്തത് സംസാരിക്കും. അപ്പൊ ഈ അപകടങ്ങളെല്ലാം വളരെ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് പറയുന്നത്. സഭ ഒരു കാര്യം, നമ്മളൊക്കെ ഈ പ്രോജക്റ്റുകൾ ഒത്തിരി തയ്യാറാക്കുന്നവരല്ലേ, ആളുകളുടെ സംരക്ഷണമൊക്കെ ഏൽപ്പിക്കും, കുറെ കാശും 2 കെട്ടറും നടത്താൻ ഒരാളും ഉണ്ടെങ്കിൽ എല്ലാം ആയെന്നാണ് പലപ്പോഴും ചിന്തിക്കുന്നത്. പക്ഷേ ഇവിടെ നോക്കിക്കാട്ടെ, വളരെ വ്യക്തമായി അതിന്റെ ഗൈഡ് ലൈൻസ് പറയുക. ഇളയവരെ വിവാഹം കഴിക്കാൻ 1 കൊരിന്ത്യർ 7-ാം അധ്യായത്തിന്റെ 39-40 ഒന്ന് വായിച്ചാൽ. 1 കൊരിന്ത്യർ 7-ന്റെ 39-40. ഭർത്താവ് ജീവിച്ചിരിക്കുന്ന കാലത്തോളം സ്ത്രീ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ഭർത്താവ് മരിച്ചുപോയാൽ തനിക്ക് മനസ്സുള്ളവനുമായി വിവാഹം കഴിപ്പാൻ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ അതിന് ഒരു ഒരു അഡീഷനോട് അവിടെ ചേർത്തിട്ടുണ്ട്. കർത്താവിൽ വിശ്വസിക്കുന്നവനുമായി മാത്രമേ ആകാവൂ. വിശ്വാസിയുമായി മാത്രമേ വിവാഹത്തിന്റെ ഒരു വലിയ നിബന്ധന. വിശ്വാസിയുമായി മാത്രമേ വിവാഹം കഴിക്കാവൂ. അവിശ്വാസിയോട് ഇണയില്ലാ പിണ കൂടരുത്. ഭർത്താവ് മരിച്ചു പോയാൽ പിന്നെ അവൾക്ക് വിവാഹം കഴിക്കാൻ സ്വാതന്ത്ര്യം ഉണ്ട്. അവൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരാളുമായിട്ട് വിവാഹം കഴിക്കാം. പക്ഷേ പറയുന്നത് കർത്താവിൽ വിശ്വസിക്കുന്നവനുമായി മാത്രമേ ആകാവൂ. വളരെ വ്യക്തമായ അധ്യായം മുഴുവൻ അതിനെക്കുറിച്ച്, അവിവാഹത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പോ മക്കൾക്ക് ജീവിത പങ്കാളികളെ തിരഞ്ഞെടുക്കുമ്പോൾ മാതാപിതാക്കളുടെ ഫസ്റ്റ് പ്രയോറിറ്റി എന്തായിരിക്കണം? എൻ്റെ മോൻ ഒരു ഭാര്യയെ കണ്ടെത്തിയാൽ, അല്ലെ എൻ്റെ മോൾക്കൊരു ഭർത്താവിനെ കണ്ടെത്തിയാൽ ഒരു വിശ്വാസികളായിരിക്കണം എന്നുള്ളതായിരിക്കണം ആദ്യത്തെ മുൻഗണന. വിശ്വാസിയുമായി മാത്രമേ ആകാവൂ എന്നവിടെ ഇന്ന് ഏറ്റവും കൂടുതൽ അല്ലേ, ഇന്ന് ഏറ്റവും കൂടുതൽ ഗോഡ് ഫിയറിംഗ് എന്നോ ഒക്കെ പറഞ്ഞ് നമ്മൾ അതിനെ അങ്ങ് ലഘൂകരിക്കും. വിശ്വാസിയാണോ? കർത്താവിൽ വിശ്വസിക്കുന്നുണ്ടോ? രക്ഷിക്കപ്പെട്ടതാണോ? യേശുക്രിസ്തുവുമായി വ്യക്തിപരമായ ഒരു ബന്ധമുണ്ടോ എന്ന് ചോദിക്കേണ്ട ഉത്തരവാദിത്വം മാതാപിതാക്കൾക്കുണ്ട്. വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നവർക്കും അത് ഉറപ്പാക്കിയിട്ട് വേണം വിവാഹം കഴിക്കാനെന്ന് വേദപുസ്തകം വളരെ വ്യക്തമായിട്ട് ഉദ്ബോധിപ്പിക്കും. അപ്പൊ അവര് വിവാഹം ചെയ്യട്ടെ എന്നാ പറയും. വിവാഹം ചെയ്യട്ടെ, അവര് മക്കളുണ്ടാകട്ടെ, മക്കളെ പോറ്റി വളർത്തട്ടെ, അങ്ങനെ അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് തന്നെയാണ് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പറയുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്നാൽ ഒരിക്കൽ ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടാൽ അവരൊരു സമർപ്പിത ജീവിതം നയിക്കുന്നവര് ആയിരിക്കും. നമുക്കറിയാം, നമ്മുടെ സഭയിലൊക്കെ സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ വിവാഹം വേണ്ടാന്ന് വെച്ച് നിൽക്കുന്നവരുണ്ട്. ഒരു തെറ്റായ കാര്യമാണെന്നല്ല പറയുന്നത്, പക്ഷേ അത് സമർപ്പിത ജീവിതം ആയിരിക്കും. അവര് പ്രാർത്ഥനയിലും യാതനയിലും ദൈവസന്നിധിയിൽ ഉറ്റിരിക്കുന്നവരും മറ്റുള്ളവർക്ക് വേണ്ടി പക്ഷപാതം കഴിക്കുന്നവരും ഒക്കെ ആയിരിക്കണം. അന്നത്തെ കാലത്തെ വിധവമാരെ കുറിച്ചാണ് പറയുന്നെങ്കിലും സ്വയം സിംഗിളായിട്ട് ജീവിപ്പാനായിട്ട് അങ്ങനെ ഓപ്റ്റ് ചെയ്യുന്നവരുണ്ട്, തെരഞ്ഞെടുക്കുന്നവരുണ്ട്. എന്നാൽ അവർ ഏറ്റവും കൂടുതൽ വിശുദ്ധിയോടെ ജീവിപ്പാനായിട്ട്, ദൈവസന്നിധിയിൽ ഇരുപ്പാനായിട്ട്, അവര് അങ്ങനെ ഒരു സമർപ്പിത ജീവിതം നയിപ്പാനായിട്ട് അവർ തങ്ങളെ തന്നെ സൂക്ഷിക്കുന്നവർ ആയിരിക്കും. ദൈവവചനം എത്ര അനുഗ്രഹീതമായ മാതൃകകളാണ് നമുക്ക് നൽകുന്നത്. പലപ്പോഴും ദൈവവചനത്തിന്റെ ആഴങ്ങൾ നാം മനസ്സിലാക്കാത്തത് കൊണ്ടാണ് പല കാര്യങ്ങളിലും തെറ്റിപ്പോകുവാൻ ഇടവരുന്നത്. എത്ര വിശദമായി അപ്പോസ്തലനായ പൗലോസ് ഏതാണ്ട് 2000 വർഷങ്ങൾക്കപ്പുറത്ത് എഴുതിയതായിട്ടുള്ള ദൈവവചനത്തിന്റെ പ്രമാണം ഇന്ന് ഈ 21-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന നമുക്കിന്ന് ആപ്ലിക്കബിൾ അല്ലേ? വളരെ വളരെ കൃത്യമായി നമ്മളും ജീവിതത്തിൽ പകർത്തേണ്ട മാതൃകകൾ. പൗലോസ് പറയുന്നു, ഇത് വെറുതെ പറയുന്നതല്ല, ഞാൻ ദൈവത്തെയും ജീവികൾക്കും മരിച്ചവർക്കും ന്യായവിസ്താരം നടത്തുവാനുള്ള ക്രിസ്തുയേശുവിനെയും സാക്ഷി വെച്ച്, അവന്റെ വിശുദ്ധ ദൂതന്മാരെ സാക്ഷി വെച്ച് ഇത് ഞാൻ നിന്നോട് പറയുകയാണ്, നീ പക്ഷമായിട്ടൊന്നും ചെയ്യരുത്.
നീ ആയിരിക്കുന്ന കൂട്ടായ്മയിൽ, നിന്റെ പ്രാദേശിക സഭയിൽ ഇത് കൃത്യമായി അവരെ ഉപദേശിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യണം. അപ്പൊ ഈ ദൈവവചനത്തിന്റെ പ്രമാണങ്ങളെ ഉൾക്കൊണ്ട് ജീവിപ്പാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ, ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ തന്റെ ആത്മാവിനാൽ വഴി നടത്തട്ടെ.